ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുമാരി. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതണം. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം ജഗദീശ്വരൻ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ 28 ദിവസത്തെ മാജിക് പ്രാക്ടീസിൻ്റെ ഇന്ന് 13ാമത്തെ ദിവസമാണ്. ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന്. കാരണം ഇന്ന് 13ാമത്തെ ദിവസം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നേടിയെടുക്കാൻ കഴിയുന്നൊരു ദിവസമാണ്. അപ്പോൾ ഈ 12 പരിശീലനങ്ങളും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ നിന്നും അത്രയും ഫീലിംഗായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാൻ പാകപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഇന്നത്തെ പരിശീലനത്തിലൂടെ എന്താണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങൾക്ക് എത്ര 10 ആഗ്രഹങ്ങൾ വരെ നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. അത് ഓരോന്നായിട്ട് നമുക്ക് നേടിയെടുക്കാം. അതിനുള്ള കാര്യങ്ങളാണ് നമ്മളിതിലൂടെ നിന്ന് പറയുന്നത്. അപ്പോൾ ആകർഷണ നിയമം എന്താണ് പറയുന്നത്? നമ്മൾ എന്താണോ സമാനത ഉള്ള കാര്യങ്ങളാണ്. അതായത് ആകർഷണ നിയമം അനുസരിച്ച് ഒരേപോലെയുള്ളവയാണ് ആകർഷിച്ചിരിക്കുന്നത്. സമാനമായ മനസ്സുകളെന്ന് പറയുന്ന പോലെ തന്നെ ഒരേപോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആകർഷണ നിയമത്തിലൂടെ ആകർഷിക്കപ്പെടുന്നത്. അതിനർത്ഥം എന്താണ്? നമ്മുടെ മനസ്സിൽ നമുക്ക് എന്താണോ വേണ്ടത് അതിൻ്റെ ഒരു പ്രതിരൂപം ഉണ്ടാക്കുക. നിങ്ങളെന്താണോ നിങ്ങളുടെ ആഗ്രഹം, ഓരോ ആഗ്രഹങ്ങളെടുക്കുക, അത് നമ്മൾ മനസ്സിൽ കാണാം. അപ്പം നിങ്ങളുടെ ആഗ്രഹം എന്താണ് അതിനൊരു പ്രതിരൂപം മുന്നേ തന്നെ ഉണ്ടാക്കുക. അതൊരു വിഷ്വലൈസേഷൻ, നമ്മൾ പറയാറുണ്ട് വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞ പോലെ. നിങ്ങൾക്കൊരു ആഗ്രഹം, ഇപ്പോൾ നിങ്ങൾക്ക് ഉദാഹരണം, നിങ്ങൾക്കൊരു വീട് ആണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിൽ കാണുക. അതിൻ്റെ ചിത്രങ്ങൾ, എത്ര റൂമുണ്ട്, അതിൻ്റെ പെയിൻറ്റ് കളർ എത്രയാണ്, എത്ര കാര്യങ്ങളൊക്കെ, എത്ര സ്ക്വയർ ഫീറ്റാണ്, അതിൻ്റെ ഓരോ റൂമുകളും, ബെഡ്റൂമുകൾ, നിങ്ങളുടെ ഹാള്, നിങ്ങളുടെ കിച്ചൺ, അവിടേക്കുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും മുൻകൂട്ടി മനസ്സിൽ കണ്ട് ഫീൽ ചെയ്യുക. അങ്ങനെ വിഷ്വൽ ചെയ്യുക. നിങ്ങളിപ്പോൾ അവിടെയാണ് താമസിക്കുന്നത്, വീട്ടിലാണ് നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ സ്വപ്ന ഭവനത്തിൽ, എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള സ്വപ്ന ഭവനത്തിലാണ് നിങ്ങൾ താമസിക്കുന്നത്. അത് നമ്മൾ മുൻകൂട്ടി ഫീൽ ചെയ്യുകയാണ്. അതിൻ്റെ ചിത്രങ്ങളും രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ മനസ്സിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മുടെ ബോധ മനസ്സിലേക്ക് അത് എത്തുകയാണ്. ബോധ മനസ്സിലേക്ക് ഒരു കാര്യം എത്തിക്കഴിഞ്ഞാൽ പുറത്ത് സക്സസ് ആയിരിക്കും. അപ്പോൾ അത് കാണാം. അതേപോലെ നിങ്ങൾക്കൊരു ജോലിയാണെങ്കിൽ നിങ്ങളിപ്പോൾ ആ ജോലി കിട്ടി, നിങ്ങൾ ആഗ്രഹിച്ച സ്വപ്ന ജോലി കിട്ടി, നിങ്ങളിപ്പോൾ അതിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ സ്റ്റാഫുകൾ, അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ മനസ്സിൽ മുൻകൂട്ടി കാണുക. ശമ്പളം കിട്ടുന്നത്, ആ ശമ്പളം കിട്ടി നിങ്ങൾ അതിന് ചിലവാക്കുന്നു, നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ വാങ്ങിച്ചെടുക്കുന്നു, ഇതൊക്കെ മുൻകൂട്ടി കാണും. ഇനിയിപ്പോൾ ഒരു കുഞ്ഞാണെങ്കിൽ എനിക്ക് എന്നെ ആഗ്രഹിച്ച പോലെ നല്ലൊരു കുഞ്ഞ് ജനിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ആ കുഞ്ഞിൻ്റെ ചിരിയും കളിയും, അവിടുത്തെ ഓരോ കാര്യങ്ങളും, ആ കുഞ്ഞിനൊരു നല്ല മണം ഉണ്ടാവും, അവൻ്റെ ചുണ്ടുകൾ, ചിരി, കളി, കണ്ണുകൾ, അതൊക്കെ നമ്മൾ കൊഞ്ചിക്കുന്നതും കാണുന്നതും എല്ലാവരും എടുക്കുന്നതൊക്കെ നമ്മളങ്ങോട്ട് ഫീൽ ചെയ്യുക. ആ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോധ മനസ്സിലേക്ക് എത്തി. കാഴ്ച 5 ഇന്ദ്രിയങ്ങളും സെൻസും ഇതാവണം എന്ന് പറഞ്ഞ പോലെ തന്നെ കണ്ണും, മൂക്ക്, ചിരി, അവൻ്റെ മണം, കുഞ്ഞുങ്ങൾക്ക് ചെറിയൊരു നല്ലൊരു മണമൊക്കെ ഉണ്ടാവില്ല, അവരെടുക്കുമ്പോൾ ചിരിയും കളിയും എല്ലാം നമ്മൾ കാണാം. അതേപോലെ നമ്മൾ എല്ലാ കാര്യങ്ങളും, ഓരോ കാര്യം നേടുമ്പോൾ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം, ഞവിടെ അങ്ങനെ ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം, ഓരോ നമ്മൾ മൈന്യൂട്ടായിട്ട് കാണുമ്പോൾ അതിൽ 5 ഇന്ദ്രിയങ്ങൾ ലയിച്ച് ചേരുമ്പോൾ നമുക്ക് ആ കാര്യം നടന്നിരിക്കും. അതാണ് അതിൻ്റെ ലോ ഓഫ് അട്രാക്ഷനിൽ നമ്മൾ വർക്കാവുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഓരോ ആഗ്രഹം, നിങ്ങളുടെ ആഗ്രഹം ഓരോന്നെടുത്തത് നേരത്തെ തന്നെ അനുഭവിക്കുക, ഫീലിംഗ് അനുഭവിക്കുക. നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ അനുഭവിക്കുമ്പോഴാണ് നമ്മളത് ആഗ്രഹം മാനിഫെസ്റ്റേഷൻ ആവുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം 10 ആഗ്രഹങ്ങൾ, നിങ്ങളൊരു 10 ആഗ്രഹങ്ങളും എഴുതി വയ്ക്കുക. ആഗ്രഹങ്ങൾ എഴുതുക. അതിലിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയാണ് ആഗ്രഹങ്ങൾ എഴുതുക. എന്നിട്ട് അതിന് ഓരോന്നിനും എടുത്തിട്ട്, ഓരോ ആഗ്രഹം എടുത്തിട്ട് അതിൻ്റെ ഇതേപോലെ വിശദമായ കാര്യങ്ങൾ എഴുതുക. അതിന് ശേഷം അതിന് നന്ദി പറയുക. നമ്മളെപ്പോഴും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞിട്ടാണ് നന്ദി പറയാറല്ലേ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് കിട്ടുന്നതിന് മുന്നേ നമ്മൾ ഭാവനയിലാണ് നമ്മുടെ ഭാവി കാണുന്നത്. ഭാവനയിൽ നമ്മൾ ഭാവി കാണുകയാണ്. അത് കഴിഞ്ഞ് ആ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മളതിന് നന്ദി പറയണം, ആത്മാർത്ഥമായിട്ട് നന്ദി പറയണം. അപ്പോൾ കിട്ടുന്നതിന് മുന്നാണ് നമ്മളിവിടെ നന്ദി പറയുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞതിന് മുന്നും നമ്മൾ എന്ന് പറയും. ഇപ്പോൾ കിട്ടുന്നതിന് മുന്നും നന്ദി പറയാം, കിട്ടിക്കഴിഞ്ഞിട്ടും നമ്മൾ നന്ദി പറയാം. നമ്മൾ സാധാരണ എപ്പോഴാണ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ താങ്ക് യു പറയും. ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞ ഉടനെ നന്ദി പറയും. പക്ഷെ ഇവിടെ ചെയ്യേണ്ടത് ആ കാര്യം ഭാവനയിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ നന്ദി പറയും. അപ്പോൾ കിട്ടുന്നതിന് മുമ്പ് നന്ദി പറയുന്നു, കിട്ടിക്കഴിഞ്ഞിട്ടും നമ്മൾ നന്ദി പറയും. അങ്ങനെ നിങ്ങൾ 10 ആഗ്രഹങ്ങൾ, നിങ്ങൾ പ്രധാനപ്പെട്ട 10 ആഗ്രഹങ്ങൾ എഴുതുക. ഓരോന്നും എടുത്തിട്ട് അതിൻ്റെ വിശദീകരണങ്ങൾ കാണുക, മനസ്സിൽ ഫീൽ ചെയ്യുക, അതിൻ്റെ വിഷ്വലൈസേഷൻ കാണുക, എന്നിട്ട് അതിന് നന്ദി പറയുക. പിന്നെ നമ്മൾ
അടുത്ത ആഗ്രഹം എടുക്കുക. ഓരോന്നും എടുത്ത് ആ നന്ദി പറയുക. അതിന് ശേഷം ആ ഓരോന്നും എടുക്കുമ്പോൾ നന്ദി പറഞ്ഞതിനൊപ്പം തന്നെ നമ്മൾ ആഗ്രഹം എടുത്തു. നിങ്ങൾ ആ വീടാണെങ്കിൽ ഇപ്പോൾ വീട്ടിൽ താമസിക്കുന്നത് കണ്ടു, അപ്പോൾ എൻ്റെ സ്വപ്ന ഭവനം എനിക്ക് ലഭിച്ചതിന് നന്ദി പറയാം. എന്നിട്ട് നിങ്ങൾ ആരോടാണ് ആദ്യം വിളിച്ച് പറഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറഞ്ഞു, പുറത്തൊരു സുഹൃത്തുണ്ട് അവരോട് പറഞ്ഞു എൻ്റെ വീട് എനിക്ക് ഇങ്ങനെയാണ്, സ്വപ്ന വീട്ടിൽ ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് അവിടെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാറ് കിട്ടിയെങ്കിൽ ആ കാറിൻ്റെ കാര്യം വിളിച്ച് പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ കുഞ്ഞാണെങ്കിൽ എനിക്കിങ്ങനെ ഒരു കുഞ്ഞിന് ലഭിച്ചതിന് നന്ദി. അപ്പോൾ അത് നിങ്ങൾ ആ സന്തോഷം പങ്കുവെച്ചത് ആരോടൊക്കെയാണ് പങ്കുവെച്ചത് അതൊക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് അനുഭവിക്കുക, ഫീൽ ചെയ്യുക, നന്ദി പറയുക. ഇതാണ് വേണ്ടത്. അങ്ങനെ 10 ആഗ്രഹങ്ങൾ എഴുതുക. നിങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് അതിന് വിഷ്വൽ കണ്ടുകൊണ്ട് നന്ദി പറഞ്ഞ് അങ്ങനെ 1, 2 അങ്ങനെ 10 ആഗ്രഹങ്ങൾ ഒരേ സമയത്ത് ഓരോന്നെടുത്തുകൊണ്ട് നിങ്ങളൊരു കുറച്ച് സമയം അതിന് വേണ്ടി മാറ്റി വെച്ചിട്ട് ഓരോന്നും വിഷ്വൽ 1 മിനിറ്റോ 2 മിനിറ്റെങ്കിലുമൊക്കെ എടുക്കുക ഓരോ കാര്യത്തിനും അല്ലേ. നമ്മളിപ്പോൾ അത് വിശദമായിട്ട് അത്രയും ആത്മാർത്ഥമായിട്ട് കണ്ട് നന്ദി പറയുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് യൂണിവേഴ്സ് നമുക്ക് പല സാഹചര്യങ്ങളിലൂടെയും സന്ദർഭങ്ങളിലൂടെയും നമ്മളിലേക്ക് എത്തിച്ചേരും. അതിനുള്ള വഴികൾ കാണിച്ചു തരും ചെയ്യും, നമ്മൾ അങ്ങോട്ട് എത്തിച്ചേരുകയാണ്. അങ്ങനെ 10 ആഗ്രഹങ്ങൾ എഴുതുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഇത് ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇപ്പോൾ വീടാണെങ്കിൽ വീടിൻ്റെ ഒരു ചിത്രം ഉണ്ടാക്കുക. അത് നമ്മളൊരു വിഷൻ്റെ ഒരു ബോർഡിൽ ഒട്ടിച്ച് വെക്കുക. നന്ദി ആദ്യം തന്നെ അതിൽ നന്ദി നമ്മൾ 3 പ്രാവശ്യം നന്ദി. എന്തിനാ 3 പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു, യൂണിവേഴ്സൽ കോഡാണ്. നമ്മൾ പ്രപഞ്ച സൃഷ്ടിയുടെ ഒരു ഇതാണ്. അപ്പോൾ സ്ത്രീ പുരുഷൻ കുഞ്ഞ് അതൊരു പ്രപഞ്ച ഇതാണ്, അതെല്ലാ സൃഷ്ടിയിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ യൂണിവേഴ്സുമായിട്ടുള്ളൊരു കണക്ഷനാണ് ഈ 3 എന്ന് പറയുന്നത്. 3 പ്രാവശ്യം നമ്മളത് തീർച്ചയായിട്ടും നമ്മളത് പറയുക. അപ്പോഴാണ് നമുക്കതിൻ്റെ റിസൾട്ട് കൂടുതൽ വരുന്നത്. എന്നിട്ട് അതിൽ നമ്മൾ വീടാണെങ്കിൽ വീട് ഒട്ടിച്ച് വയ്ക്കുക. നിങ്ങൾ കാറാണ് നിങ്ങൾക്ക് കാറിൻ്റെ പടം ഒട്ടിച്ച് വയ്ക്കുക. ഒരു കുഞ്ഞാണെങ്കിൽ കുഞ്ഞിൻ്റെ പടം ഒട്ടിച്ച് വയ്ക്കുക. അങ്ങനെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കാൻ നമ്മളെല്ലാ മേഖലകളിലും നമ്മൾ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും സമാധാനവും സന്തോഷമൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രാക്ടീസുകൾ ചെയ്യാം. അപ്പോൾ ഈ വിഷൻ ബോർഡ് നമ്മൾ എടുത്തിട്ട് അതിൽ നമ്മുടെ പടങ്ങൾ നമുക്ക് ആവശ്യമുള്ളത് എന്തെന്ന് എഴുതി ഒട്ടിച്ച് വയ്ക്കുക. അതിന് 3 പ്രാവശ്യം നന്ദി പറയാമെന്ന് പറഞ്ഞു ഓരോ കാര്യത്തിന്. അതിൽ നന്ദിന്ന് എഴുതാം 3 പ്രാവശ്യം. അവിടെയും നമ്മൾ നന്ദി എഴുതി വയ്ക്കുക. നമ്മളെപ്പോഴും ഈ മാന്ത്രിക ബോർഡ് ഈ ഒരു ബോർഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ നമ്മുടെ 10 ആഗ്രഹങ്ങളുടെ ഓരോ ചിത്രങ്ങൾ, ഇപ്പോൾ വീടാണെങ്കിൽ വീട്, കുഞ്ഞാണെങ്കിൽ കുഞ്ഞ്, കാറ്, നിങ്ങൾക്ക് വേറെ നിങ്ങൾ ടൂറിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ് അത് ഒട്ടിച്ച് വെച്ചിട്ട് നമ്മൾ രാവിലെ എണീക്കുമ്പോഴും അത് കാണും, രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും അത് നമ്മുടെ കണ്ണിൽ പെടുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ എവിടെ വേണമെങ്കിലും ഒട്ടിച്ച് വയ്ക്കാം. അപ്പോൾ അവിടെ എന്താ സംഭവിക്കും, നമ്മളെപ്പോഴും നമ്മുടെ ബോധ മനസ്സിലത് പതിയാണ്. അങ്ങനെ പതിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുക. കൃതജ്ഞത നമ്മളെപ്പോഴും ഒരു കാന്തം പോലെ നമ്മളിലേക്ക് ഇത് ആകർഷിച്ച് കൊണ്ടുവരുന്നൊരു കാര്യമാണ് കൃതജ്ഞത. നമ്മൾ പറഞ്ഞിരുന്നല്ലേ, നമ്മുടെ ഈ മാന്ത്രിക ബോർഡ് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഉണ്ടാകുന്നതാണ്. നമ്മളെപ്പോഴും നമ്മുടെ കാഴ്ചയിൽ നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സ് ആൽഫ സ്റ്റേജിലാണ്. ആ സമയത്ത് നമ്മളിലേക്ക് അത് എത്തുമ്പോൾ ബോധ മനസ്സിലേക്ക് അത് എത്തും. അതുപോലെ നമ്മൾ എണീറ്റ് കഴിയുമ്പോൾ ആദ്യം നമുക്കത് കാണും. പിന്നെ നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഈ മാന്ത്രിക ബോർഡ് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ എല്ലാവരും 10 ആഗ്രഹങ്ങൾ ഞാൻ പറഞ്ഞു 3 പ്രാവശ്യം നന്ദി ആ ബോർഡിൽ എഴുതി വെക്കണം. ഞാൻ പറഞ്ഞു അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നന്ദി എപ്പോഴും നമ്മൾ കൃതജ്ഞതയാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ മാന്ത്രികത കൊണ്ടുവരുന്നത്. ഇതൊരു കാന്തം പോലെ നമ്മളിൽ പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ എഴുതി വെക്കുക. അപ്പോൾ ആദ്യം 10 ആഗ്രഹങ്ങൾ എഴുതുക. അതിൻ്റെ ഓരോന്നും വിശദമായിട്ട് എൻ്റെ കാര്യങ്ങളും ഫീലിങ്ങും അതിൻ്റെ വിഷ്വലൊക്കെ കാണുക. എന്നിട്ട് അത് കണ്ടിട്ട് നിങ്ങൾ പിന്നെ അതൊരു പ്രാവശ്യം വായിക്കും കൂടി ചെയ്യുക. എന്നിട്ട് അതിന് നന്ദി പറയുക. 3 പ്രാവശ്യം നന്ദി പറയും. അങ്ങനെ 10 എണ്ണം നമുക്കൊരു ദിവസം തന്നെ നമുക്ക് ചെയ്ത് ആ സമയത്ത് തന്നെ നമ്മൾ 10 ആഗ്രഹങ്ങളും എഴുതിയെടുക്കുക. പിന്നെ നമ്മൾ ഈ മാന്ത്രിക ബോർഡ് ഉണ്ടാക്കിയിട്ട് അത് എല്ലായിടത്തും എവിടെയെങ്കിലുമൊക്കെ കാണുന്ന തരത്തിൽ വെക്കുക. ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിശീലനം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങൾ പെട്ടെന്ന് നേടിയെടുക്കാനും അതിനൊക്കെ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും എഴുതുന്നത് എന്താണ്, 10 അനുഗ്രഹങ്ങൾ എഴുതുന്നുണ്ട് രാവിലെ തന്നെ. അതെല്ലാവരും മുടങ്ങാതെ ചെയ്യുക. അതിൽ നന്ദി പറയുക. രാത്രി നമ്മൾ കിടക്കാൻ പോകുമ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ മാജിക് റോക്ക് എടുത്തിട്ട് അന്നുണ്ടായ നല്ല കാര്യങ്ങൾ ഓർത്ത് അതിന് നന്ദി പറയുക. ഈ രണ്ടും നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഈ ആഗ്രഹങ്ങൾ നമ്മൾ ഇതേപോലെ നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളും എഴുതി തുടങ്ങി നമുക്ക് വലിയ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അത് യൂണിവേഴ്സ് എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി